എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇഫ് എൽസ് എന്ന കണ്ടീഷനെ കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് കുറേ സി പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ബേസ് കറക്റ്റ് അല്ലെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇഫ് എൽസ് എന്ന കണ്ടീഷൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ്. ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു നമ്പർ 10 അല്ലെങ്കിൽ അല്ലേ എന്ന് മാത്രമാണ്. അതായത് നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയും, ആ നമ്പർ 10 ആണെങ്കിൽ ഈ നമ്പർ 10 ആണെന്ന് പ്രിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ നമ്പർ 10 അല്ല എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന കൺസെപ്റ്റ് അറിയുന്നത് ഇഫ് എൽസ് ആണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ പ്രിൻറ്റ് എൻ്റർ എ നമ്പർ എന്ന് പറയുന്നു. ആ നമ്പർ ഒരു സ്കാനർ ഫംഗ്ഷൻ വെച്ച് നമ്മൾ റീഡ് ചെയ്യുന്നു. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നിട്ട് ഇഫ് കണ്ടീഷനിൽ ഒരു നമ്പർ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഡബിൾ ഈക്വൽ യൂസ് ചെയ്യാം. അതായത് നമ്മൾ n എന്ന വേരിയബിളിലെ വാല്യൂ 10 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ n ഡബിൾ ഈക്വൽ ടു 10 എന്ന് കൊടുക്കുന്നു. ആ നമ്പർ 10ന് ഈക്വൽ ആണെങ്കിൽ കറക്റ്റ് എലമെൻറ്റ് പെർസെൻറ്റേജ് t, അതായത് എന്നിലെ വാല്യൂ ഈസ് 10 എന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ റോങ് എലമെൻറ്റ് 10 അല്ല എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഇവിടെ എൽസ് നമ്മൾ യൂസ് ചെയ്തത്, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്ത് എന്നിലെ വാല്യൂ 10 അല്ലെങ്കിൽ റോങ് എലമെൻറ്റ് ഈസ് നോട്ട് 10 എന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാം. പക്ഷേ അതിന് പകരം നമുക്ക് എന്താക്കാം, സിമ്പിളായിട്ട് എൽസ് കണ്ടീഷൻ യൂസ് ചെയ്യാം. ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞാൽ ഇഫ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഏതൊക്കെ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ എൽസ് അടുത്ത കണ്ടീഷൻ, ആ കണ്ടീഷൻ ഈക്വൽ അല്ലെങ്കിൽ ഏതൊക്കെ കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് എന്താക്കാം, ഈ ഒരു എൽസ് കണ്ടീഷനിൽ നമുക്ക് ഒരു ബ്രാക്കറ്റ് ഇട്ട് സ്പെസിഫൈ ചെയ്യാം. നമുക്ക് ഈ കോഡൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ ആദ്യത്തെ കണ്ടീഷനിൽ 11 അറിയുന്ന വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് 11 10ന് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ല, അതുകൊണ്ട് തന്നെ റോങ് എലമെൻറ്റ് 11 ഈസ് നോട്ട് 10 എന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും. ഇനി നമുക്ക് മറ്റൊരു കോഡും കൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്രാവശ്യം ഞാൻ 10 അറിയുന്ന വാല്യൂ ആണ് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറക്റ്റ് എലമെൻറ്റ് 10 ഈസ് 10 ആ മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ ജസ്റ്റ് ഒരു മാറ്റം വരുത്തുന്നു. ഞാനിവിടെ ഇഫ് കണ്ടീഷൻ എഴുതി അതിൻ്റെ കോഡ്, ആ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഏതൊക്കെ കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് ഈ ബ്രാക്കറ്റിനകത്താണ് എക്സിക്യൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ എൽസ് തുടങ്ങുന്നതിന് പകരം ഞാനിവിടെ വേറെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. ഇൻറ്റ് ഏജ് അറിയുന്ന വേരിയബിൾ 11 അറിയുന്ന ഡിക്ലെയർ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇഫ് കണ്ടീഷൻ എഴുതി നമ്മുടെ കോഡ് ഇവിടെ സ്റ്റാർട്ടാവും. ഇഫ് കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഏതൊക്കെ കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ആ ബ്രാക്കറ്റ് കഴിഞ്ഞ് ഉടനെ എൽസ് തുടങ്ങുന്നില്ല, പകരം അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് കോഡ് എഴുതി, റാൻഡം കോഡ് എഴുതി. ഇനി ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എറർ വരും. കാരണം ഇഫ് കണ്ടീഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ എൽസ് സ്പെസിഫൈ ചെയ്യണം, അല്ലാതെ അതിൻ്റെ ഇടയിൽ വേറെ കോഡൊന്നും എഴുതരുത്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പ്രിൻ്റ് എഫ് മാത്രമാണ് എഴുതുന്നതെങ്കിൽ ഞാൻ വെറുതെ ഒരു കറക്റ്റ് അറിയുന്ന വാല്യൂ അല്ലെങ്കിൽ ജസ്റ്റ് 11 എന്ന് പറയുന്ന ഒരു വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നവർക്ക് ഒരു കോഡ് എഴുതി, റാൻഡം കോഡ് എഴുതി. സോ അപ്പോഴൊക്കെ എറർ വരും. കാരണം ഇഫ് കണ്ടീഷൻ കഴിഞ്ഞ് ഏതൊക്കെ കോഡാണ് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ആ ബ്രാക്കറ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, എൽസിൻ്റെ കോഡ് എഴുതണം. ഇപ്പോൾ നമുക്ക് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എറർ ഒന്നും വരില്ല. കാരണം ഇഫ് കഴിഞ്ഞ് നമ്മുടെ അതിൻ്റെ ഇടയിൽ എൽസിൻ്റെ ഇടയിൽ വേറെ കോഡൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസും എൻ്ററൊക്കെ അടിച്ചിട്ടുണ്ട്, എന്നാലും പ്രശ്നമില്ല. പക്ഷേ ഒരു വാലിഡ് കോഡ് എഴുതരുത്. ഇവിടെ നമ്മളൊരു കമൻറ്റ് എഴുതുകയാണെങ്കിൽ പ്രശ്നമില്ല. ഒരു വാലിഡ് ആയിട്ടുള്ള കോഡ് എഴുതിയാൽ മാത്രമേ എറർ വരുള്ളൂ. നമ്മളൊരു കമൻറ്റ് എഴുതി കഴിഞ്ഞാലും എററൊന്നും വരില്ല. പക്ഷേ ഇഫ് കണ്ടീഷൻ എഴുതി എൽസിൻ്റെ ഇടയിൽ ഒരു വാലിഡ് കോഡ് എഴുതി കഴിഞ്ഞാൽ അത് വർക്കാവില്ല. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് അറിയുന്നത് ഇഫ് ആ ബ്രാക്കറ്റിനകത്ത് നമ്മൾ കണ്ടീഷൻ എഴുതുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏതൊക്കെ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം അത് നമ്മളൊരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ ഉടനെ വേറെ കോഡൊന്നും എഴുതാതെ എൽസ് യൂസ് ചെയ്ത് നമ്മുടെ ആ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഏതൊക്കെ കോഡാണോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ നമ്മൾ എൽസിൻ്റെ ഈ ബ്രാക്കറ്റിനകത്ത് സ്പെസിഫൈ ചെയ്യണം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.